നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ അവലോകനം. ഈ ആഴ്ചയിൽ റബ്ബർ നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. രാജ്യാന്തര വിലയിൽ റബ്ബറിൻ്റെ വില 300 കടന്നിരിക്കുകയാണ്. ആഭ്യന്തര വിലയിൽ 265 വരെ എത്തിയിരിക്കുകയാണ് കോട്ടയത്ത്. യൂറോപ്പ്, ചൈന രാജ്യങ്ങളിലെ വാഹന വ്യവസായ മേഖലകൾ ഉണർന്നതോടെ റബ്ബർ വ്യാപാരത്തിൽ നല്ല ആവേശമുണ്ടായി. പ്രധാന റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ മാർക്കറ്റിലേക്ക് വളരെ കുറഞ്ഞ തോതിലാണ് റബ്ബർ വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ 1-ാം തീയതി നോക്കുമ്പോൾ 254 രൂപയാണ്. ഇന്നലെ നോക്കുമ്പോൾ RSS4 258, ഏകദേശം 4 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് RSS4-ൽ മാത്രം. അതുപോലെ RSS5-ലും 4 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 1-ാം തീയതി നോക്കുമ്പോൾ 249, 6-ാം തീയതി നോക്കുമ്പോൾ 253. ഒട്ടുപാൽ നോക്കുമ്പോൾ 147 വരെ ഒട്ടുപാൽ നടന്നത്. ഇന്നലെ 152 വരെയാണ് മാർക്കറ്റ് നല്ല ഉണങ്ങിയ ഒട്ടുപാറയ്ക്ക് പോയത്. ഇപ്പോൾ മോശമല്ലാത്ത വിലയുണ്ടെങ്കിലും പക്ഷേ കർഷകർക്ക് വളരെയേറെ നിരാശയാണ്. കാരണം പ്രതികൂല കാലാവസ്ഥയിൽ ടാപ്പിംഗ് പുനരാരംഭിക്കുവാൻ ചില കർഷകർക്ക് സാധിച്ചില്ല. മറ്റു ചിലരാകട്ടെ കവറിട്ട് മരങ്ങളൊക്കെ ടാപ്പ് ചെയ്യാനെങ്കിലും ശരിയായ രീതിയിൽ ടാപ്പ് ചെയ്യാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് കർഷകരുടെ ഈ സ്റ്റോക്ക് ഇല്ലാതാണ്. വേനൽ ടാപ്പിംഗ് നിർത്തിയതിന് ശേഷം വീണ്ടും മഴയോട് തുടങ്ങുമ്പോൾ കർഷകർക്ക് നല്ല ശതമാനം ചെലവിൻ ഉണ്ട്. ടാപ്പിംഗ് ചെയ്യുന്നതിനാലും കാടെടുക്കുന്നതിനാലും പിന്നെ സൺഷെയ്ഡ്, അതായത് മഴ ഷെയ്ഡൊക്കെ നേടുന്നതിനാലും നല്ല ചിലവാണ് കർഷകർ അഭിമുഖീകരിക്കേണ്ടത്. ടാപ്പിംഗ് ചെയ്യുവാൻ മഴ ഷെയ്ഡ് ഇടണമെങ്കിൽ ഏകദേശം 15 മുതൽ 17 രൂപ വേലക്കൂലി മാത്രം കൊടുക്കണം. അതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ സ്ഥിതി. കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ. മറ്റു വിലകൾ നോക്കുമ്പോൾ അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ നേരിയത് 3800, ജാതിക തൊണ്ടോടൻ 320, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പു 910, പിണ്ണാക്ക് എസ്പെരാർ 33, റോട്ടറി 39, കുരുമുളക് കാർവില് കിലോ 716, അൺകാർവില് 696, കുരുമുളക് പുതിയത് 686, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, ചൈരില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 40 മുതൽ, കൊപ്ര എടുത്തപിടി 337. ഇതൊക്കെയാണ് ഇന്നത്തെ നിലവാരങ്ങൾ. അതുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്.